ഒരു ലോട്ടറി അടിച്ചതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. 66-ൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ജനിച്ച എബ്രഹാം ഷേക്സ്പിയർ ആണ് ആ നിർഭാഗ്യവാൻ. 2006-ൽ മയാമിയിലേക്ക് ലോഡുമായി പോകുന്ന വഴിക്കാണ് ഒരു ട്രക്കിലെ ജോലിക്കാരനായ എബ്രഹാം 2 ലോട്ടറി എടുക്കുന്നത്. അതിലൊന്നിന് ജാക്ക്പോട്ട് തുകയായ 30 മില്യൺ സമ്മാനവും അടിച്ചു. കിട്ടിയ പണം കൊണ്ട് ആദ്യം കടങ്ങൾ തീർത്ത് നല്ലൊരു വീട് വാങ്ങിയ അദ്ദേഹം വൈകാതെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമെല്ലാം കൈ അയച്ച് സഹായിക്കാൻ തുടങ്ങി. എന്നാൽ ആ നല്ല മനസ്സ് പലരും മുതലെടുക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹം മാനസികമായി തകർന്ന് അധികം ആരോടും മിണ്ടാതെയായി. ഈ സമയമാണ് ചെകുത്താൻ ഒരു സ്ത്രീയുടെ രൂപത്തിൽ അവതരിക്കുന്നത്. ഡോറിസ് മുർ അഥവാ ഡിഡി എന്ന് വിളിക്കുന്ന അവർ 2008-ലാണ് എബ്രഹാമിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതണമെന്ന ആവശ്യവുമായി സമീപിക്കുന്നത്. പതുക്കെ വിശ്വാസം നേടിയെടുത്ത അവർ കയ്യിലുള്ള പണം സംരക്ഷിക്കാമെന്ന വാക്കിൽ ഒരു കമ്പനി ഉണ്ടാക്കി സ്വത്തുക്കളെല്ലാം അങ്ങോട്ട് മാറ്റി. കമ്പനിയുടെ മാനേജറായി അവർ തന്നെ സ്ഥാനവുമേറ്റു. പിന്നെ അങ്ങോട്ട് ഒരു സിനിമാ കഥ പോലെയായിരുന്നു കാര്യങ്ങൾ. എബ്രഹാമിന്റെ സ്വത്തുക്കൾ കൊണ്ട് ഒരു പണക്കാരിയെ പോലെ ജീവിച്ച ഡിഡി ലക്ഷറി കാറുകൾ വാങ്ങാനും അടിക്കടി വിദേശ ടൂറുകൾ നടത്താനും തുടങ്ങി. അപ്പോഴേക്കും എബ്രഹാമിനെ ആരെങ്കിലും കണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു. 2009 നവംബറിലാണ് അദ്ദേഹത്തെ കാണാതായി എന്ന് കുടുംബം പരാതി നൽകുന്നത്. അവർക്കെല്ലാം സംശയം ഡിഡിയെ തന്നെയായിരുന്നു. അങ്ങനെ അന്വേഷണം തുടങ്ങിയ പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ ഡിഡി തന്റെ കാമുകന്റെ പേരിൽ വാങ്ങിയ വീടിന്റെ പിൻഭാഗത്ത് കുഴിച്ചിട്ട നിലയിൽ എബ്രഹാമിന്റെ ബോഡി കണ്ടെത്തി. ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ തന്നെ അയാൾ മരിച്ചിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോഴേക്കും കമ്പനി സ്വത്തുക്കൾ മുഴുവനും സ്വന്തം പേരിലേക്ക് മാറ്റിയിരുന്ന ഡിഡി ഈ കാലമത്രയും അയാളുടെ ഫോണിൽ നിന്ന് വീട്ടുകാർക്ക് മെസ്സേജുകൾ അയച്ച് എബ്രഹാം ജീവിച്ചിരിക്കുന്നുവെന്ന് വരുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഒടുക്കം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം 2012-ൽ ഡിഡിക്ക് ആജീവനാന്ത തടവുശിക്ഷ തന്നെ കോടതി വിധിച്ചു.